ആ ബാബുവും കൂട്ടർ ഇവിടെ വന്നിരുന്നു? ഇല്ല സാർ, ഇവിടെ കുറച്ച് ദിവസങ്ങൾ വരാറില്ല. വീട്ടിലന്വേഷിച്ച് അറിയാം. വീട്ടിലന്വേഷിച്ചപ്പോ ഇവിടെ കാണുമെന്ന് പറഞ്ഞു? ഇവിടെ വന്നിട്ടില്ല സാർ. നീ എല്ലാം കൂടെ എന്റെ ഇന്ദുവിനെ? അല്ല, ഞാനല്ല രവി, ഞാൻ നിരപരാധിയാണ്. രവി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ. രവി, ഞാൻ ചേട്ടാ, എന്റെ വേണേട്ടിനെ കൊല്ലരുത്. വേണേട്ടൻ എന്റെ ഭർത്താവാണ്. ഇവനാണ് എന്റെ ഇന്ദുവിനെ കൊന്നത്. ഞാനും അങ്ങനെയായിരുന്നു ചേട്ടാ ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷേ വേണേട്ടൻ നിരപരാധിയാണ്. നടന്നതെല്ലാം ഞാൻ പറയാം. വേണേട്ടനാണ് ഇന്ദു ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇതാണ് ചേട്ടാ സത്യത്തിൽ നടന്നത്. മോളെ, ആരാ? ഡാഡി ഇവിടെ ഇല്ല. മിനിമോളി ഡാഡിയെ കാത്തിരിക്കുക. മോളെ, നീ അകത്തു. നീ എന്റെ ഇന്ദുവിനെ കൊന്നുവല്ലേ? രവി, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. രവി, ഞാൻ പറയുന്നു ഒന്ന് കേട്ടിട്ട് എന്നെ കൊന്നുള്ളൂ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ. ഇന്ദു എന്റെ സ്വന്തം പെങ്ങളാ. ഞാൻ അവിടെ ഗോപിയേട്ടൻ. ചെറുപ്പത്തിലെ നാട് വിട്ട ഞാൻ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള റഹ്മാൻ മാഷെ കണ്ടപ്പോഴാണ് എന്റെ അനുജത്തി അനാഥാലയത്തിൽ വളരുന്ന വിവരം അറിഞ്ഞു. അവളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് ഞാൻ കള്ളസാക്ഷി പറഞ്ഞത്. പക്ഷേ അതെന്റെ ഇന്ദുവിന്റെ കൊലക്കയറായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതാ അമ്മയോട് ഒന്നിച്ചുള്ള ഞങ്ങളുടെ ഫോട്ടോയാ. എന്റെ കയ്യിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. രവി,
എന്റെ ഇന്ദുവിനെ നശിപ്പിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്തു.
Daddy!